എലിയട്ട് എഴുതിയ മേർഡർ ഇൻ ദ കത്തീഡ്രൽ. വേഴ്സ് ഡ്രാമ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ട്രാജഡി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാറ്റർ പ്ലേ. സെറ്റിംഗ് കാൻറ്റർബറി, ഇംഗ്ലണ്ട്. മേർഡർ ഇൻ ദ കത്തീഡ്രൽ പറയുന്ന സ്റ്റോറി എന്ന് പറയുമ്പോൾ സ്റ്റോറി ഓഫ് തോമസ് ബെക്കറ്റ്, ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി, ആൻഡ് ദി ഇവൻറ്റ്സ് ലീഡിംഗ് ടു ഹിസ് അസാസിനേഷൻ ഇൻ കാൻറ്റർബറി കത്തീഡ്രൽ ബൈ 4 knights അണ്ടർ കിങ് ഹെൻറി സെക്കൻഡ്സ് റൂൾ. പാർട്ട് 1ലേക്ക് പോവാം. പ്ലേ ബിഗിൻ ചെയ്യുന്നത് with a chorus of women of Canterbury who sense something ominous is coming. Ominous is something negative. Becket returns to Canterbury after 7 years of exile. അദ്ദേഹം ഒരു എക്സൈലായിരുന്നു, ആൻഡ് 7 yearsന് ശേഷം അദ്ദേഹം റിട്ടേൺ ചെയ്തിരിക്കുകയാണ് ടു കാൻറ്റർബറി. He had been in a conflict with King Henry II over the power of the church versus the crown. ഇവിടെ കോൺഫ്ലിക്റ്റ് ചർച്ച് വേഴ്സസ് ദ ക്രൗൺ, ആർക്കാണ് അതോറിറ്റി കൂടുതൽ എന്നുള്ളതാണ്. Becket is visited by 4 tempters, similar to the temptations in Christ's temptation in the desert. 4 physical safety, power and riches through loyalty to the king, political alliance and fame, martyrdom and eternal glory, the most dangerous one. Becket realizes that true martyrdom must be free from pride. He chooses to embrace faith, not for personal glory but to serve God's will. ഗോഡുമായിട്ട് അത്ര അടുത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഹീ ചൂസസ് ടു എംബ്രേസ് ഹിസ് ഫെയ്റ്റ്. അദ്ദേഹം ഒരു ഫോഴ്സ് ചെയ്ത പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഫെയ്റ്റ്, അല്ലെ അസാസിനേഷൻ ഫോഴ്സ് ചെയ്ത പോലെ. ഇൻ്റർല്യൂഡ്, അതായത് ബെക്കറ്റിൻ്റെ സെർമണാണ്. ബെക്കറ്റ് ഡെലിവേഴ്സ് എ സെർമൺ ഓൺ ക്രിസ്മസ് മോർണിംഗ് സ്പീക്കിംഗ് അബൌട്ട് ദ പാരഡോക്സ് ഓഫ് സെലിബ്രേറ്റിംഗ് ബോത്ത് ക്രൈസ്റ്റ് ബർത്ത് ആൻഡ് മാർട്ടിർഡം ഓഫ് സെയിൻറ്റ് സ്റ്റീഫൻ. ഇദ്ദേഹം ഓഡിയൻസിനെ പ്രിപ്പയർ ചെയ്യാണ് ഫോർ ദ ഐഡിയ ദാറ്റ് മാർട്ടിർഡം ഈസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ്, നോട്ട് സംതിങ് ടു ബി സോട്ട് ഫോർ പ്രൈഡ്. ഫെയ്റ്റിനെ ഫോഴ്സ് ചെയ്ത പോലെ. പാർട്ട് 2ലേക്ക് പോകാം. 4 knights വരികയാണ് ആൻഡ് അക്യൂസ് ബെക്കറ്റ് ഓഫ് ബിട്രയൽ. ഡിസ്പൈറ്റ് ദ ഡേഞ്ചർ, ബക്കറ്റ് റെഫ്യൂസസ് ടു കോംപ്രമൈസ് ഹിസ് സ്പിരിച്വൽ ഇൻറ്റഗ്രിറ്റി ഓർ എസ്കേപ്പ്. കോറസ് ഫ്രാൻറ്റിക് ആവുകയാണ്, എക്സ്പ്രസിംഗ് ഫിയർ ആൻഡ് ഹെൽപ്ലെസ്നെസ്. ബെക്കറ്റ് മർഡർ ചെയ്യപ്പെടുകയാണ് ഓൺ ദ സ്റ്റെപ്സ് ഓഫ് ദ ആൾട്ടാർ, അക്സെപ്റ്റിംഗ് ഡെത്ത് വിത്ത് പീസ് ആൻഡ് സ്പിരിച്വൽ കൺവിക്ഷൻ. ഗോഡിനോട് അടുത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം പീസോട് കൂടിയിട്ടാണ് ഡെത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. The knights break the fourth wall and addresses the audience directly, trying to justify their crime as an act of loyalty to the king. കിങ് ഓർഡർ ചെയ്തതനുസരിച്ച് നൈറ്റ്സ് ചെയ്തതാണ്. അവരെ ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആയിട്ട് കാണാൻ പറ്റത്തില്ല ഇവിടെ. Murder in the Cathedral is not just a historical retelling. It's a poetic exploration of faith, conscience and moral resistance in the face of worldly corruption. തീംസിലേക്ക് പോവാം. Martyrdom and sacrifice. True martyrdom must be selfless, not driven by pride or ambition. Temptation. Becket's spiritual test mirrors Christ, showing how subtle the path of pride can be. Church versus state. Central conflict in the central conflict of spiritual authority versus political power. Time and eternity. Earthly struggles are fleeting. Divine truth and sacrifice are eternal. കോറസിൻ്റെ റോളാണ് അടുത്തത്. ആക്ട്സ് എസ് എ മോറൽ ആൻഡ് ഇമോഷണൽ വോയിസ് ഓഫ് ദ പബ്ലിക്, മൂവിങ് ഫ്രം ഫിയർ ടു സ്പിരിച്വൽ അവേക്കനിങ്. ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോകാം. തോമസ് ബെക്കറ്റ്, ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി, സെൻട്രൽ ഫിഗറാണ്. സ്പിരിച്വലാണ്, റെസല്യൂട്ടാണ്, ഇൻട്രോസ്പെക്റ്റീവ്, ഹംബിൾ യെറ്റ് സ്ട്രോങ് വിൽഡ്. കിങ് ഹെൻറി സെക്കൻഡ്, ഇദ്ദേഹം ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഇൻറ്റു എ മാൻ ഓഫ് അൺവേവറിംഗ് ഫെയ്ത്ത് ആഫ്റ്റർ ചൂസിങ് ചർച്ച് ഓവർ ക്രൗൺ. ഹി ഫേസസ് ഇന്റേണൽ സ്ട്രഗിൾസ്, എസ്പെഷ്യലി ദ ടെംപ്റ്റേഷൻ ഓഫ് പ്രൈഡ് ഇൻ മാട്രിഡം. Symbolism represents ideal Christian martyrdom, choosing divine will over political gain or personal ambition. Core conflict, resisting temptations and facing death, not for glory but humble servant of God. The 4 tempters ആണ് അടുത്തത്. Allegorical figures ആണ് who test Becket's will. 4 പേരും ഡിഫറെൻറ്റ് ടെംപ്റ്റേഷൻസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സേഫ്റ്റി ആൻഡ് കംഫർട്ട് urges him to retreat and live. Power and wealth offers worldly success. Political manipulation suggests compromise and control. Martyrdom for pride tempted Becket with eternal fame. Significance, the 4th tempter is the most dangerous. It reveals subtlety of spiritual pride. The 4 knights are അടുത്തത്. Agents of King Henry II, murderers of Becket. ലോയലാണ്, കിങ്ങിനോട് ലോയലാണ്, ബ്ലണ്ട് ആണ്, സെൽഫ് ജസ്റ്റിഫൈയിങ് ആണ്. ഈ മർഡറിന് ശേഷം ദേ ബ്രേക്ക് ദ ഫോർത്ത് വോൾ ആൻഡ് സ്പീക്ക് ഡയറക്ട്ലി ടു ദ ഓഡിയൻസ്, റാഷണലൈസിങ് ദർ ആക്ഷൻസ് ഇൻ മോഡേൺ ഓൾമോസ്റ്റ് ബ്യൂറോക്രാറ്റിക് ലാംഗ്വേജ്. ബ്ലൈൻഡ് ഒബീഡിയൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് പവർ ആൻഡ് മോറൽ കറപ്ഷൻ മാസ്ഡ് ബൈ ലോജിക്. പ്രീസ്റ്റ് ആണ് അടുത്തത്. സപ്പോർട്ടേഴ്സ് ഓഫ് ബെക്കറ്റ്, പക്ഷെ അവർ ഫെയ്റ്റിനായിട്ട് അഫ്രൈഡാണ്. ലോയൽ, കോഷ്യസ് ആൻഡ് പ്രാഗ്മാറ്റിക്.
ഇവർ ബെക്കറ്റിനോട് പ്ലീഡ് ചെയ്യുന്നുണ്ട് ടു എസ്കേപ്പ് ആൻഡ് അവോയ്ഡ് വയലൻസ്. പക്ഷേ ഇവർ സിംബലൈസ് ചെയ്യുന്നത് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേർച്ച്, കമ്മിറ്റഡ് ബട്ട് ഓഫൻ ഹെസിറ്റൻറ്റ് ഇൻ ദ ഫേസ് ഓഫ് റാഡിക്കൽ ഫെയ്ത്ത്.